SP അന്വേഷിക്കുന്ന ഒരു കേസിൻ്റെ അകത്ത് മൊഴിയെടുക്കുക കോൺസ്റ്റബിളാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. കേൾക്ക് കുട്ടി. ഇപ്പോൾ നിങ്ങളൊരു പരാതി കൊടുക്കുന്നു, ഞാൻ മന്ത്രിയാന്ന് വിചാരിക്കുക, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാന്ന് വിചാരിക്കുക, SP ഞാൻ ചുമതലപ്പെടുത്തി വിചാരിക്കുക. SP പോയിട്ടല്ല മൊഴിയെടുക്കുക. ആര് പോയിട്ടാണ് മൊഴിയെടുക്കുക? സാധാ നിലയിലുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പോയിട്ടെടുക്കുക. DGP-ൻ്റെ മുകളിൽ ഇപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ DGP-ൻ്റെ താഴെയുള്ള ഇതിന് സമാനമായിട്ടുള്ള റാങ്കിൻ്റെ ആൾക്കാരെയോ വെക്കാൻ പറ്റുമോ? വേറെ ഇങ്ങളെ വെക്കാൻ പറ്റുമോ? എന്നെ വെക്കാൻ പറ്റുമോ? അതല്ല ഇതിൻ്റെ അദ്ദേഹം ഒരുപടി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എല്ലാം വരട്ടെ, എല്ലാം വരട്ടെ, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം. അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞു. ഒരു മാസം കാത്തിരിക്കേണ്ടതേ ഉള്ളൂ. നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും വേണ്ട. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, ജെന്യൂനായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അത് അദ്ദേഹം അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ പറയട്ടെ. ജെന്യൂനായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി എങ്കിൽ ആ പരാതി അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കട്ടെ. അതിലിവിടെ ആരും തടസ്സം നിൽക്കുന്നില്ലല്ലോ. അൻവർക്കെതിരായിട്ട് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? ഒരു പ്രതിസന്ധിയുമില്ല. കാരണം ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാടാണ് ഇനി സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഒരു SP-യെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. മറ്റേതൊരു മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി തുടർ നടപടികൾ ആരംഭിക്കുകയാണ്. പിന്നെ അദ്ദേഹം കണ്ടത് എന്തിനു വേണ്ടി കണ്ടു, എന്താണ് ചർച്ച നടത്തിയത്, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉയർന്ന കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അഭിപ്രായം പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കഴിയില്ല. അല്ലാതെ പോലീസിനെതിരായിട്ട് പണ്ടുണ്ടായിട്ടില്ലേ? ഇതിനേക്കാൾ അപ്പുറം ഇതിനേക്കാൾ അപ്പുറം ചില ആൾക്കാർക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. കേൾക്ക് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 93-94 കാലഘട്ടത്തിൽ അന്ന് DGP-മാർ രണ്ടാളുണ്ടായിരുന്നു, മധുസൂദനും അതുപോലെ തന്നെ ജയറാം പടിക്കൽ. ഓർമ്മ ഉണ്ടോ? ഏത് രൂപത്തിലുള്ള അടിയായിരുന്നു അന്നുണ്ടായിരുന്നത്? നമ്പർ 1, നമ്പർ 2 സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു IG സരിതേൻ്റെ മൊഴികളെല്ലാം രേഖപ്പെടുത്തി ടെലിഫോൺ ചോർത്തി. എന്നിട്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു. അന്നേരം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിദേശത്ത് നിന്ന് ഇവിടെ വന്നു. ആ രൂപത്തിൽ വാർത്ത ചോർത്തിയെടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടിയെടുത്തു. അപ്പോൾ ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല. ഉരുട്ടിക്കൊന്നു. ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജനെ കൊന്നില്ല പോലീസ്? ആരുടെ കാലഘട്ടത്തിലായിരുന്നു? വർക്കല വിജയൻ നായരെ കൊന്നില്ലേ? കക്കൂയിൽ കണ്ണൻ കോൺഗ്രസ്സുകാരൻ്റെ നേതാവ്, ഒരു കോൺഗ്രസ്സുകാരൻ്റെ നേതാവിനെ തന്നെ കൊണ്ടുപോയി കൊന്നു. അതിൻ്റെ ഭാഗമായി ജയറാം പടിക്കലും അതുപോലെ തന്നെ നമ്മുടെ പുലിക്കോടൻ നാരായണനും ലക്ഷ്മണിയൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ലേ? ഇന്നത്തെ പോലീസ് എന്ന് പറയുന്നത് ഈ ലോകത്തിനും കേരളത്തിനും ഇന്ത്യക്കും മാതൃകയാണ്. 32 അവാർഡാണ് അവർ വാങ്ങിയത്. അതിൽ കുറച്ച് ഇത്തിക്കണ്ണികൾ ഉണ്ടാകാം, ക്രിമിനലുകൾ ഉണ്ടാകാം. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കി നടപടികളെടുത്തു. ഇത് 100% പോലീസ് സംവിധാനം ശരിയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയാൻ കഴിയില്ല. 32 അവാർഡുകളാണ് വാങ്ങിയത്. ഈ വിവാദം നടക്കുന്ന സമയത്ത് കുട്ടികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കുമെതിരായിട്ടുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റാന്വേഷണത്തിൽ കേരളം നമ്പർ 1 വ്യവസായ അന്തരീക്ഷത്തിൽ സംരംഭകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യ രാജ്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വ്യവസായ വകുപ്പ് നമ്പർ 1.